ഹലോ, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മുടെ മനുവും അതുപോലെ തന്നെ നിഷയും കൂടെ അവരുടെ ആ ഒരു ഫസ്റ്റ് നൈറ്റ് ആഘോഷമാക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ സ്വർഗത്തിലെ കട്ടറുമ്പ് എന്ന പോലെ തന്നെ നമ്മുടെ സരയുണ്ട് കോള് വന്നു. ആരാ ഏട്ടാ വിളിച്ചതെന്ന് നിഷ ചോദിക്കുമ്പോഴത്തേക്കിനും അതെ, വിളിച്ചത് കാനഡയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്. എന്തായാലും ഞാൻ ആ ഫ്രണ്ടിൻ്റെ അടുത്തൊന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മനു സരയുനെ തിരിച്ചു വിളിക്കുകയാണ്. അപ്പൊ സരയു ആണെങ്കിലോ മനുവേട്ടൻ ഇത് എവിടെയാണ്, മനുവേട്ടൻ്റെ വിവരങ്ങളൊന്നും അറിയാഞ്ഞിട്ട് ഞാൻ ഭയങ്കര ടെൻഷനിലാണെന്നൊക്കെ പറഞ്ഞു. അല്ല മോളു എന്താ ഇത്രയും സമയമായിട്ട് ഉറങ്ങാതിരുന്നത്? മോളു, ഞാൻ അടുത്തില്ലെങ്കിലും മോളു ഒരു കാര്യം ആലോചിക്കണം. മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം. അതുകൊണ്ട് ഉറക്കമൊന്നും ഉളയ്ക്കരുത് കേട്ടോ. അതുകൊണ്ട് മോള് ഇപ്പം തന്നെ പോയി കിടന്നോളാൻ പറയുകയാണ്. മനുവേട്ടൻ എൻ്റെ അടുത്തില്ലാഞ്ഞിട്ട് എനിക്ക് ഒരു സുഖവും ഇല്ല. എനിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ സരയു ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മോളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. മോൾക്ക് എപ്പോൾ എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ആ സമയം ഞാൻ എത്താറില്ലേ. ഇപ്പം കുറച്ച് ബിസിനസ് തിരക്കുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ ഞാൻ പോയി കിടക്കട്ടെ, എനിക്ക് രാവിലെ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മനു ഫോൺ വെക്കുകയാണ്. സരയു ആണെങ്കിലോ കെട്ടിയനോട് സംസാരിക്കാൻ പറ്റിയത് തന്നെ മഹാഭാഗ്യമെന്നും പറഞ്ഞ് അവളാണെങ്കിൽ അവനെക്കുറിച്ച് ആലോചിച്ച് അവൾ കിടന്നുറങ്ങാൻ തുടങ്ങുന്നു. പിന്നെ പിറ്റേ ദിവസം നമ്മളെ കാണിക്കുക നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ കിരണും കൂടിയൊക്കെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാനൊക്കെ റെഡിയാകുക. അപ്പം ഇവർക്ക് അവിടെ എന്തൊക്കെയോ ഒരു മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ട് ഒരുങ്ങി പോകുന്ന ആ ഒരു സീൻ കാണിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ രൂപയുടെ അടുത്തേക്ക് രാഹുൽ വരികയാണ്. അപ്പം രാഹുൽ വന്ന പാടെ തന്നെ രൂപയാണെങ്കിലും കാലമാടം വരുന്നുണ്ട്. ഇനി ഇന്ന് എന്ത് പറഞ്ഞ് ഒപ്പിക്കാനാണാവോ വരുന്നതെന്നൊന്നും അറിയില്ലല്ലോ. ഭാര്യ ഒരു പൊടി ഒതുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭർത്താവ് വീണ്ടും വരുന്നുണ്ട്. ഇന്ന് എന്ത് പറയാനാണോ ആവോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സേനന്റെ അടുത്ത് സംസാരിച്ചിരിക്കും. അപ്പം സേനനാണെങ്കിലും അവിടുന്ന് ഒന്ന് മാറി നിന്നു. അതിനുശേഷം നമ്മുടെ രൂപ നേരെ പോയിട്ട് രാഹുലിനോട് സംസാരിച്ചു. ഏട്ടൻ വരുന്ന വഴിയാണോ? എന്താ ഏട്ടാ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നേന്ന് രൂപ ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ അനുജത്തിയെ കാണാനായിട്ട് പ്രത്യേക ഒരു അപ്പോയിൻമെന്റിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഞാൻ വന്നത് എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്താ ഏട്ടൻ എൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും പറയാലോ. ഏട്ടൻ എന്തിനാ അതിനൊരു മുഖവിരയുടെയൊക്കെ ആവശ്യം? ഏട്ടൻ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറായിട്ട് തന്നെയല്ലേ ഞാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. സേനൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. അവനെ ഞാൻ സ്നേഹിച്ച് കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അയാൾ അറിയുന്നില്ല ഞാൻ അയാളെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് സ്നേഹിക്കുന്നതെന്ന്. എന്തായാലും ശാരിയേട്ടത്തി വീട്ടിൽ നിന്നപ്പം ഏട്ടത്തിക്ക് സത്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതാണല്ലോ. അത് ഏട്ടൻ്റെ അടുത്ത് വന്ന് പറഞ്ഞും കാണുമല്ലോ എന്ന് ചോദിച്ചു. അപ്പം ശാരി സത്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. നീ സേനനെ സ്നേഹിച്ച് കൊല്ലാക്കൊല ചെയ്യുന്ന കാര്യമൊക്കെ ശാരി വീട്ടിൽ വന്ന് പറഞ്ഞെന്നും നമ്മുടെ രാഹുൽ ഇങ്ങനെ പറയാണ്. അപ്പൊ രാഹുലിന് കാര്യങ്ങളൊക്കെ വിശ്വാസമായി എന്ന് മനസ്സിലാക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ രൂപ ഇങ്ങനെ മനസ്സിലാലോചിക്കുക. അതേടാ, ഞാൻ എൻ്റെ ഭർത്താവിനെ എൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുക. അങ്ങേരാണ് എൻ്റെ സ്നേഹം കൊണ്ട് കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കൂടോ എന്നൊക്കെ വിചാരിക്കുക. അപ്പം എന്താ രൂപ നീ ആലോചിക്കുന്നതെന്ന് രാഹുൽ ചോദിക്കുമ്പം ഒന്നുമില്ല അവനെ എങ്ങനെ തീർക്കാമെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. നീ എന്തായാലും ആ ഒരു കാര്യം ചെയ്യാൻ വരുന്നതിന് മുന്നേ നമുക്ക് മറ്റൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്താ ഏട്ടന് പറയാനുള്ളത്? എന്ത് കാര്യമാണെങ്കിലും എന്നോട് പറയാലോ എന്നും പറഞ്ഞ് നമ്മുടെ രൂപ കാര്യങ്ങളൊക്കെ തിരക്കുമ്പോഴത്തേക്കിനും അതെ, ആ മനുവിൻ്റെ കാര്യം തന്നെയാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. അവനെ എനിക്കത്ര വിശ്വാസമൊന്നുമല്ല. അതുകൊണ്ട് കല്യാണിയെ നമ്മുടെ കിരണിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ടുള്ള ഒരു മാർഗം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈശ്വര, ഇവൻ പറഞ്ഞു വരുന്നത് എൻ്റെ മരുമകളെ കൊല്ലാനുള്ള കാര്യമാണല്ലോ എന്ന് രൂപ ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കിനും അതെ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ഉണ്ടേട്ടാ, പറയൂ, എന്താ വേണ്ടത്? ഇപ്പൊ ഞാൻ എന്ത് സഹായം ഏട്ടന് ചെയ്തു തരേണ്ടതെന്ന് രൂപ തിരിച്ചു ചോദിച്ചു. അതെ, നീ ഒരേ ഒരു സഹായം മാത്രം ചെയ്തു തന്നാൽ മതി. ഞാൻ ആ കല്യാണിയെ തീർക്കുന്ന സമയത്ത് എൻ്റെ സരയും അതുപോലെ തന്നെ നമ്മുടെ കിരണും തമ്മിലുള്ള വിവാഹം അത് നടത്താനായിട്ട് നീ മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞു. നമ്മൾ പണ്ടേ തന്നെ സരയുടെയും കിരണിന്റെയും വിവാഹമൊക്കെ തീരുമാനിച്ചു വെച്ചിരുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എനിക്കിപ്പോഴും പൂർണ്ണ സമ്മതമാണ്. പക്ഷേ കല്യാണിക്ക് കിരണിനും കൂടി ഒരു കുഞ്ഞുണ്ടല്ലോ, കല്ലുമോൻ. അവൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു.
എടി അവന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാനാ? അവൻ കല്യാണിക്ക് ജനിച്ച കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ നമുക്ക് ഏതെങ്കിലും ഒരു അനാഥാലയത്തിലേക്ക് ആക്കാം. എന്നിട്ട് അവന് കഴിയാനുള്ള ചുറ്റുപാടും പൈസയൊക്കെ അവരെ ഏൽപ്പിക്കാമെന്നും ഒക്കെ ഇയാൾ പറയുകയാണ്. ദുഷ്ടൻ എൻ്റെ കുഞ്ഞിനെ, എൻ്റെ പേരക്കിടാവിനെ കണ്ട ആൾക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ടും എൻ്റെ മരുമകളെയും മകനെയും തീർക്കാനായിട്ടുമുള്ള കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുന്നു. നീ വെറുതെ അല്ലടാ ഇങ്ങനെയൊക്കെ അതപ്പതിച്ചു പോയതെന്നൊക്കെ രൂപ ഇങ്ങനെ ആലോചിക്കുക. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ എന്ന് രൂപയോട് നമ്മുടെ രാഹുൽ വീണ്ടും ചോദിച്ചു. ഉണ്ടേട്ടാ, അതെങ്ങനെ പ്ലാൻ ചെയ്യണം, എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു. എന്തായാലും നമ്മുടെ കിരണിൻ്റെയും അതുപോലെ തന്നെ സരയുടെയും വിവാഹം നടത്താൻ ഞാൻ തയ്യാറാണ്. എൻ്റെ സ്വത്തുക്കൾ എൻ്റെ സരയും മോൾക്ക് കൊടുക്കാനും ഞാൻ തയ്യാറാണെന്നൊക്കെ ഇവൻ വിശ്വസിക്കുന്ന രീതിയിൽ നമ്മുടെ രൂപ വെച്ചങ്ങ് അടിക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ കിരണും കല്യാണിയും കൂടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ്. ഈ സമയത്താണെങ്കിലോ തൻ്റെ വധു അല്ല തൻ്റെ ഇപ്പോഴത്തെ ഭാര്യയുമായിട്ട് നമ്മുടെ മനു ആണെങ്കിൽ അവനും അവിടെ എത്തുകയാണ്. അപ്പം മനു അവിടെ വന്നതും മോളുവിന് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇവിടുന്ന് ഓർഡർ ചെയ്യാട്ടോ, നല്ല സൂപ്പർ സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത്, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡിനെന്നൊക്കെ പറയുമ്പോൾ ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ടല്ല ഇവിടെ വരുന്നത്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഇതെന്നൊക്കെ പറഞ്ഞ് ഇവളും ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ മനു ഈ മെനു കാർഡൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കിരണും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവരാണെങ്കിലോ അവിടെ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ മനുവിനെയും മനുവിൻ്റെ ഒപ്പം ഇരിക്കുന്ന ആ ഒരു പെങ്കൊച്ചിനെയും കാണുകയാണ്. അപ്പോൾ കാണുമ്പോഴാണെങ്കിലോ കിരൺ ഇങ്ങനെ പറഞ്ഞു, എടി ഈ ഇരിക്കുന്നത് നമ്മുടെ മനോഹരനാണല്ലോ, കൂടെ ഒരു കിളിയുണ്ടല്ലോ, ഏതാണ് ആ കിളി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ കല്യാണിയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കിനും അതെ എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ മേഘ്നയുടെ അനുജത്തിയല്ലേ, ഇവളും ഇവനും തമ്മിൽ എന്താ ഇടപാട്, ഈശ്വര ഇതെന്താ പരിപാടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കല്യാണി കിരണിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ മനു അവിടെ ചുറ്റുപാടും ഒക്കെ നോക്കി ആശാന്റെ കണ്ണുകൾ കിരണിന്റെയും കല്യാണിയുടെയും മുഖത്തുടക്കുകയാണ്. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി, ഈശ്വര പണി പാളി, ഇനി ഇവര് രണ്ടുപേരും കൂടെ തന്നെ പൊരിക്കുമല്ലോ എന്ന് ആലോചിച്ച് നമ്മുടെ മനോഹരൻ ആ ഒരു മെനു കാർഡ് എടുത്ത് മുഖത്ത് മറച്ചു പിടിക്കുകയാണ്. അങ്ങനെ പേടിച്ച് വിരണ്ടു നിൽക്കുന്ന നമ്മുടെ മനുവിനെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ ആ ഒരു വിശേഷം അവസാനിക്കുന്നത്. എന്തായാലും കിരണിനും കല്യാണിക്കും പിന്നാലെ തന്നെ അങ്ങോട്ടേക്ക് സരയും എത്തുന്നുണ്ട്. ആ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മൾ കാണുന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്ത് പോകണേ, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. ഗുഡ് നൈറ്റ്.